الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ അമലുകളെ സ്വീകരിക്കുന്നത്, അമലുകളെ കബൂലാക്കുന്നത് ഷഹാദത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഷഹാദത്തുമായി ബന്ധമില്ലാത്ത ഒരമലും അള്ളാഹുവിൻ്റെ അടുക്കൽ റെക്കോർഡാകുകയില്ല, പാഴ്വേലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ദുനിയാവിൽ തന്നെ അമലുകളെയൊക്കെ പാഴാക്കിക്കളഞ്ഞ പരാജിതരെ സംബന്ധിച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഖുൽ ഹൽ ഉനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. അമലുകൾ പാഴായിപ്പോയവരെ സംബന്ധിച്ച് നിങ്ങൾ അവർക്ക് ഉണർത്തി കൊടുക്കണം നബിയെ. ചോദിക്കുക അവരോട്, നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അമലുകൾ പാഴായിപ്പോയവർ?
യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ വിചാരിക്കുന്നു അവർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവർ നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നത്, നാളെ ആഖിറത്തിലേക്ക് ഒരുപാട് സമ്പാദ്യമുണ്ട് എന്നവർ വിചാരിക്കുന്നു. പക്ഷെ ദുനിയാവിൽ വെച്ച് തന്നെ അവരെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. നാളത്തേക്ക് ചർച്ചയ്ക്ക് വെക്കാൻ ഒരമലും അവരുടെ റെക്കോർഡിൽ ഉണ്ടാവുകയില്ല. അവരാരാണെന്നറിയുമോ എന്ന് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്തിനെ ബാത്തിലാക്കിയവരാണ് അവർ. ഷഹാദത്തിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാതെ അമലുകൾ ചെയ്തു കൂട്ടുന്നവർ, നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവർ, എത്ര ലക്ഷം ഉറുപ്പികയാണ് ഓരോരുത്തരും ചെലവാക്കുന്നത് സൽക്കർമ്മം എന്ന പേരിൽ. എന്തെല്ലാം അമലുകളാണ് ചെയ്തു കൂട്ടുന്നത് സൽക്കർമ്മം എന്ന പേരിൽ. മതങ്ങളുടെ കാര്യം വിട്, മതക്കാർ ചെയ്യുന്ന സൽക്കർമ്മത്തെ സംബന്ധിച്ചല്ല ഇവിടെ ചർച്ച. ക്രിസ്ത്യാനികൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ജൂതന്മാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, നല്ല അമലുകൾ ചെയ്യുന്നവരാണ്, മജൂസികൾ നല്ല നല്ല അമലുകൾ ചെയ്യുന്നവരാണ്, ഹിന്ദുക്കൾ നല്ല നല്ല അമലുകൾ ചെയ്യുന്നവരാണ്, ഷിയാക്കൾ നല്ല നല്ല അമലുകൾ ചെയ്യുന്നവരാണ്. ആ മതക്കാരെ സംബന്ധിച്ചോ മതകർമ്മങ്ങളെ സംബന്ധിച്ചോ അല്ല ഇവിടെ ചർച്ച. മുഅ്മിനീങ്ങളുടെ ഈമാനുള്ളവരെ സംബന്ധിച്ചാണ് ചർച്ച. ഈമാനുള്ളവർ അവരുടെ അമലുകളെ ഷഹാദത്തുമായി ബന്ധിപ്പിക്കുന്നില്ല, ഷഹാദത്ത് സ്വഹീഹാക്കാൻ വേണ്ടി മെനക്കെടുന്നില്ല. ഓരോ അമല് ചെയ്യുമ്പോഴും തൊട്ട് മുമ്പ് ഷഹാദത്തിന് വല്ല കുഴപ്പവും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് നിസ്കാരം കുഴപ്പമാക്കുന്ന വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ട് നാം. ഒതു ശരിയായിട്ടുണ്ടോ, കിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് തന്നെയാണോ ഉള്ളത്, ഔറത്ത് ശരിക്കും മറച്ചിട്ടുണ്ടോ, നജസുകളിൽ നിന്നൊക്കെ ശുദ്ധിയായിട്ടുണ്ടോ, വലുതും ചെറുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധമായിട്ടുണ്ടോ, ഇതൊക്കെ വളരെ വളരെ കണിശമായി നോക്കുന്നവരാണ് നാം. എന്നാൽ അതിനേക്കാൾ മുമ്പ് നോക്കേണ്ടത് ഷഹാദത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ്. മിക്കപ്പോഴും നാം ആ കാര്യത്തിൽ അശ്രദ്ധരാണ്. കാരണം അമലുകളെ ബന്ധിപ്പിക്കുന്നത് ഷഹാദത്തുമായിട്ടാണ്. അമലുകളിൽ നിന്ന് നാം മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈമാനുമായിട്ട് അടുത്ത ബന്ധമുള്ളത് നിസ്കാരത്തിനാണ്. നിസ്കാരത്തെ മാത്രമേ അള്ളാഹു ഈമാനുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നുള്ളൂ. മറ്റുള്ള അമലുകൾക്കെല്ലാം നിസ്കാരവുമായിട്ടാണ് ബന്ധം. നിസ്കാരത്തിന് മാത്രമേ ഈമാനുമായി നേരിട്ട് ബന്ധമുള്ളൂ. ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ഈമാൻ സഹിഹായി നിൽക്കാൻ, അത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടാൻ രണ്ട് അമലുകളുമായിട്ടാണ് ഈമാനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് അഹഖു മിൻ ഹുഖൂഖിൽ ഇലാഹ്, അല്ലാഹുവിന്റെ ഹക്കുകളിൽ നിന്ന് ഏറ്റവും വലിയ ഹക്ക്. രണ്ടാമത്തത് അഹഖു മിൻ ഹുഖൂഖിൽ ഇബാദ്, അടിമകളോടുള്ള ഹക്കിൽ നിന്ന് ഏറ്റവും വലിയ ഹക്ക്. ആ രണ്ട് ഹക്കുകളുമായി തൗഹീദിനെ അല്ലാഹു കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ തൗഹീദ് സഹിയാകണമെങ്കിൽ, ഒരാളുടെ തൗഹീദ് സ്ഥിരപ്പെടണമെങ്കിൽ ഈ രണ്ട് അമലുകൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്നാമത്തത് അള്ളാഹുമായി മാത്രം ബന്ധപ്പെടുന്ന ഒരു അമലാണ്, അത് നിസ്കാരമാണ്. നിസ്കാരത്തെ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധിപ്പിച്ചു. അള്ളാഹു പറഞ്ഞു, ഖുൽ, പ്രവാചകരെ പറയൂ, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറൊരു മഅബൂദിനെയും അംഗീകരിക്കുകയില്ല എന്ന് പറയാൻ വേണ്ടി പറ ജനങ്ങളോട്. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, അങ്ങനെ അള്ളാഹുമായി ഷഹാദത്തിൽ ഏർപ്പെട്ടാൽ ആ ഷഹാദത്ത് നിലനിന്നു പോകാൻ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കാൻ പറ അവരോട്. അപ്പൊ നിസ്കാരത്തെ അല്ലാഹു തആല തൗഹീദുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞത് അഹഖു മിൻ ഹുഖൂഖിൽ ഇബാദ്, അടിമകളോടുള്ള ഹക്കുകളിൽ ഒരു ഹക്കിനെ അല്ലാഹു ഷഹാദത്തുമായി തൗഹീദുമായി ബന്ധിപ്പിച്ചു. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, വഖലാ റബ്ബുക, നിന്റെ റബ്ബ് തീരുമാനം എടുത്തു കഴിഞ്ഞു, അല്ലാഹു തീരുമാനം എടുത്തു കഴിഞ്ഞു. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങളുടെ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ ആവാവൂ എന്ന കാര്യത്തിൽ.
നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാവൂ എന്ന കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റിയുള്ള ചർച്ചയോ വാദപ്രതിവാദമോ കോലാഹലങ്ങളോ ചർച്ചകളോ എന്തെങ്കിലും തരത്തിലുള്ള നിരൂപണങ്ങളോ നിരീക്ഷണങ്ങളോ ഇതൊന്നും ബാധകമല്ല. അവിടെ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ചുപോയി തൗഹീദിന്റെ വിഷയമോ ഇതൊന്നും അവിടെ ചർച്ചയില്ല. തൗഹീദിന്റെ വിഷയത്തിൽ അത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ മാത്രമേ ആവാവൂ എന്ന കാര്യം തീരുമാനമായ വിഷയമാണ്. ചെയ്യുന്നത് എന്ത് എന്ന കാര്യത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വസ്വാസുകളൊക്കെ വന്നേക്കാം. അമലുകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന വസ്വാസ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരികയും ചെയ്യും, ചിലപ്പോൾ പരിഗണിക്കുകയും ചെയ്യും. ചിലപ്പോൾ ബലഹീനതകളെയും പരിഗണിക്കും, അറിവില്ലായ്മയെയും പരിഗണിക്കും, ജഹലിനെ പരിഗണിക്കും. പക്ഷെ തൗഹീദിന്റെ വിഷയത്തിൽ ഇതൊന്നും പരിഗണിക്കുകയില്ല. ഭൂമിയിൽ ജീവിക്കുക എന്നത് തന്നെയാണ് തൗഹീദ് അംഗീകരിക്കുക എന്നതിനുള്ള ഷർത്ത്. ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്, ഇത് അല്ലാഹു തആലക്ക് അറിയേണ്ടതുള്ളൂ. നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ നീ എന്തുകൊണ്ടാണ് ചെയ്ത ജോലിയില്ല ഞാനല്ലാത്ത മറ്റുള്ളവരെ പരിഗണിച്ചത്? അതിന് ഒറ്റ ചർച്ചകളൊന്നുമില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം അല്ലാഹു തആലക്ക് അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ വെച്ച് നിങ്ങൾ വാക്ക് പാലിക്കാൻ വാക്ക് മാറുമെന്നത് കൊണ്ടാണ് ആകാശത്തിൽ വെച്ച് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ റബ്ബ ഇല്ലല്ലാഹ് ഷഹാദത്ത് അറിയിപ്പിച്ചതെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ്? ഖിയാമത്ത് നാളിൽ ഞങ്ങൾ അശ്രദ്ധരായിപ്പോയി, ഞങ്ങളെ ഒന്നും ശ്രദ്ധിച്ചില്ല എന്ന് ഖിയാമത്ത് നാളിൽ പറയാതിരിക്കാനാണ് ആകാശലോകത്ത് വെച്ച് നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ആകാശലോകത്ത് വെച്ച് ഞാനാണ് റബ്ബ് എന്ന കാര്യത്തിൽ ഷഹാദത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ആരാണ് നിങ്ങളെ ഇലാഹു എന്നല്ല ചോദിക്കുക, ആരാണ് നിങ്ങളെ റബ്ബ് എന്നാ. എന്താ ചോദിക്കുക? ഖബറിൽ വെച്ച് മൻ റബ്ബുക എന്നാണ്, അതോ മൻ ഇലാഹുക എന്നാണോ? മൻ റബ്ബുക. അതിനെ അല്ലാഹു തആലക്ക് മറുപടി കിട്ടേണ്ടതുള്ളൂ. അല്ലാഹുവേ നീയാണ് ഞങ്ങളെ റബ്ബ് എന്ന ആ ചോദ്യത്തിന്റെ ഉപചോദ്യമായിട്ടാണ്. എങ്കിൽ പിന്നെ ഞാനല്ലാത്തവരെ എന്തിനാണ് നിങ്ങൾ സമീപിച്ചതെന്ന് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കേണ്ടി വരികയില്ല. നാളെ ആഖിറത്തിൽ അല്ലാഹു ആണ് റബ്ബ് എന്ന് മറുപടി പറയാൻ യോഗ്യത ദുനിയാവിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉലൂഹിയത്തിനെ പറ്റിയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. മഹേശ്വരിയിലും അല്ലാഹു തആല റബ്ബ് ആരാണെന്നേ അറിയേണ്ടതുള്ളൂ, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല ആകാശലോകത്ത് വെച്ച് റുബൂബിയ്യത്തിന്റെ കാര്യം ചർച്ച ചെയ്തത്. ഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്ന മുഴുവൻ മനുഷ്യരുടെയും അർവാഹുകളെ സംഘടിപ്പിച്ച് സമ്മേളിപ്പിച്ച് അല്ലാഹുവാണ് റബ്ബ് എന്ന് പറയിപ്പിക്കുകയും അതിന് ഷഹാദത്ത് പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഖുർആൻ. എന്തിനാണെന്നറിയുമോ? ഖിയാമത്ത് നാളിൽ ഞങ്ങൾ അശ്രദ്ധരായി പോയി, ദുനിയാവിലെത്തിയപ്പോൾ ഞങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ല, പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല എന്ന ഉദ്ർ നിങ്ങൾ പറയാതിരിക്കാനാണ് ഇവിടെ വെച്ച് തന്നെ നിങ്ങളെ കൊണ്ട് ഷഹാദത്ത് അറിയിപ്പിച്ചതെന്ന് ഖുർആൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെയാണ് അതുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. രണ്ടാമത്തെ അമൽ ഏതാണ്? അടിമകളുമായിട്ടുള്ള ഹക്കുകളാണ്. അടിമകളുമായിട്ടുള്ള ഹക്കിൽ അഹക്കായ ഇബാദത്താണ്. അതേതാണ്? അതിനെപ്പറ്റി ഈ പറഞ്ഞത് അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും ഒരു വിഷയത്തിലും പരിഗണിക്കാവതല്ല എന്നത് തീരുമാനമായ വിഷയമാണ്. നിങ്ങളെ റബ്ബിന്റെ തീരുമാനമായ വിഷയമാണ്. ഖളാ റബ്ബുക്. എന്നിട്ട് അല്ലാഹു അതിനോട് യോജിപ്പിച്ചു പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യുകയും ചെയ്യണം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. അതും തീരുമാനമായ വിഷയമാണ്. എന്ന് വെച്ചാൽ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മോമിനിന്റെ ഈമാൻ സഹീഹാകണമെങ്കിൽ അവൻ മാതാപിതാക്കളെ പരിഗണിക്കുന്നവനായിരിക്കണം. അവൻ എത്ര വലിയ മുവഹിദോ തൗഹീദ് പറയുന്നവനോ ആയിട്ട് കാര്യമില്ല, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ശരിയല്ലെങ്കിൽ. ഈ രണ്ട് കാര്യം അല്ലാഹു തൗഹീദുമായി ബന്ധിപ്പിച്ച് നമുക്ക് സംസാരിച്ചു തന്നതാണ്. ബാക്കിയുള്ള അമലുകളെല്ലാം മറ്റ് അമലുകളുമായിട്ടാണ് ബന്ധം. സക്കാത്തിന് ബന്ധം നിസ്കാരവുമായിട്ടാണ്. അഖീമുസ്സലാ വആത്തു സക്കാ, അഖീമുസ്സലാ നിങ്ങൾ നിസ്കരിക്കുക, വആത്തു സക്കാ സക്കാത്ത് കൊടുക്കുക. ഓരോ അമലുകൾക്കും നിസ്കാരവുമായിട്ടാണ് ബന്ധം. എന്തിനാണ് അല്ലാഹു ജിഹാദ് ഫർദാക്കിയിരിക്കുന്നത്? വെട്ടിപ്പിടിക്കാനോ? അതോ രാജ്യം സ്ഥാപിക്കാനോ? രാഷ്ട്രം സ്ഥാപിക്കാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാനോ? എന്തിനാണ് ജിഹാദ് ഫർദാക്കിയിരിക്കുന്നത്? ജിഹാദിന്റെ സന്ദർഭത്തിൽ നിസ്കരിക്കുന്നോ എന്തോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൂർവികന്മാരായ സമൂഹത്തിന് ചെയ്ത പോലെ ചെയ്തിട്ട് അങ്ങ് ഏകപക്ഷീയമായിട്ട് ശത്രുക്കളെ നശിപ്പിച്ച് പ്രവാചകന്മാരെ കയ്യിൽ നാടകം കൊടുത്താൽ പോരെയായിരുന്നോ?
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ ആരെങ്കിലും ജിഹാദ് ചെയ്തിട്ടാണോ നശിപ്പിച്ചത്? ഫിറൗന്റെ ഖൗമിനെ ആരെങ്കിലും ജിഹാദ് ചെയ്തിട്ടാണോ നശിപ്പിച്ചത്? സാലിഹ് നബിന്റെയും ഹൂദ് നബിന്റെയും ഖൗമിനെ ജിഹാദ് ചെയ്തിട്ടാണോ നശിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ജിഹാദ് ഫർളാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പരിശുദ്ധ ഖുർആൻ ജിഹാദ് നടത്തുന്ന സമയത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്നല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? അതോ വാൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നോ പഠിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ ആയുധവുമായിട്ട് യുദ്ധക്കളത്തിൽ ഇറക്കിയാൽ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ചെറിയ വിഷയമൊന്നുമല്ല കൂട്ടരെ, നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറായാൽ. ജിഹാദ് അതിനു വേണ്ടിയുള്ളതാണ്. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്ന് പരിശോധിക്കാനുള്ളതാണ്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന് ആ മെസ്സേജ് കൈമാറാനുള്ളതാണ്. ആയുധം കൊണ്ട് പടവരുതാനാണ് അല്ലാഹു തആല ജിഹാദ് വെച്ചതെങ്കിൽ അഷ്റഫുൽ ഖൽക്കിനെയും സഹാബാക്കളെയും ബദറിലേക്ക് അയച്ചത് ഒരു കളിയായിരുന്നു, ഒരു തമാശയായിരുന്നു എന്ന് പറയേണ്ടി വരൂലേ? ഒരായുധം പോലും കരുതാതെ, യുദ്ധമുണ്ട് ആവുമെന്ന മുന്നറിയിപ്പും ഇല്ലാതെ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിക്കുകയായിരുന്നു അല്ലാഹു തആല. സഹാബാക്കളെ പരിഹസിക്കുകയായിരുന്നു അല്ലാഹു തആല. മദീനയിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽക്കിനും 313 പേർക്കും യുദ്ധം നടക്കുമെന്ന് വല്ല സൂചന ഉണ്ടായിരുന്നോ? ഉണ്ടാകുമായിരുന്നുവെങ്കിൽ എല്ലാവരെയും കൂട്ടൂലേ അല്ലാഹുവിന്റെ റസൂൽ? ആരെയും കൂട്ടിയില്ലല്ലോ. ഒരു 1-2-3 സഹാബികൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മലഞ്ചെരുവിലാണ് ഒട്ടകങ്ങൾ ഉള്ളത്, നമ്മളെ പോയിട്ട് കൊണ്ടുവരട്ടെ. അതൊന്നും പറ്റൂല, ഇപ്പോൾ ഉള്ളവർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. ഇപ്പൊ ഒട്ടകം ഓൾറെഡി ഉള്ളവർ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. ആകെ 70 ഒട്ടക ഉണ്ട്, 313 ആക്ക്, 2 കുതിരയുള്ളത് ആകെ. ബദർ യുദ്ധത്തിന് പോകുമ്പോഴേ, ബദർ യുദ്ധത്തിനായിരുന്നു പോയത് റസൂലുള്ളാഹി നമ്മളെ സഹാബാക്കളും. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടഞ്ഞു നിർത്തി ചോദിക്കാൻ വേണ്ടി പോയതാണ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ, ഒരു വാണിംഗ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഞങ്ങളെ സമ്പത്തുമായിട്ടാണ് നിങ്ങൾ കച്ചവടത്തിന് പോകുന്നത്. 1-2 വർഷമായി ഞങ്ങൾ മക്കായിൽ നിന്നെല്ലാം ഇട്ടെറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാ സമ്പത്തും നിങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ. നമ്മളെ സമ്പത്ത് നമുക്ക് ചോദിച്ചു വാങ്ങണം. അതിനല്ലേ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ. ആകെ 40 പേരാണ് ഉള്ളത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിൽ. 50,000 ദിർഹമിന്റെ കച്ചവട സാധനമായിട്ടാണ് പോകുന്നത്. ഖുറൈശികളിലെ മക്കയിലുള്ള മുഴുവൻ ആൾക്കാരുടെയും പൊന്നും പണവും ദീനാറും ദിർഹമും അബൂ സുഫിയാന്റെ കയ്യിലുണ്ട്. അങ്ങനെ എല്ലാം കൽപ്പിച്ചിട്ടാണ് പോകുന്നത്. 2 ഒരുക്കമുണ്ട്. ആയുധം വാങ്ങണം സിറിയയിൽ വെച്ച്, പേർഷ്യയിൽ സിറിയയിൽ വെച്ച്. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട് ഇസ്ലാമിനെ നാമാവശേഷമാക്കണം. അങ്ങനെ ഭയങ്കരമായ ഒരു ഭയങ്കരം പ്ലാനുമായിട്ടാണ് അബൂ സുഫിയാന്റെ കച്ചവടം മക്കയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. അവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അയക്കുന്നത്. എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണ് ഓറിയന്റലിസ്റ്റുകളടക്കം മോഡേണിസ്റ്റുകളടക്കം എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം അറിയാതെ. എല്ലാവർക്കും വിഷയം പരിശുദ്ധ ഖുർആനും സുന്നത്തും അല്ല. ഏതോ ഒരു മൗലവി ഖുർആൻ അനുസരിച്ച് ബഹുഭാരിത്വത്തെ സംബന്ധിച്ചും അതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിന്റെ ചിട്ട എന്താണോ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ അതേ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയുന്നു, ഖുർആൻ എന്ത് പറഞ്ഞാലും ശരി, നമ്മളെ സംഘടന എങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന്. എന്തൊരു ഖിയാമത്ത് നാളാണ് സംഭവിക്കുന്നത്. ഇനി അവര് ആലിമീങ്ങൾക്ക് പോലും ഖുർആനും സുന്നത്തും അല്ല വിഷയം, മറിച്ച് സംഘടനയും സംഘടനാ തീരുമാനങ്ങളും മുശാവറയുമാണ് വിഷയം. പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും ലോകത്തോട് പറയാൻ ഖിയാമത്ത് നാൾ വരെ ധൈര്യമുണ്ടാകുന്ന ഒരു ചെറു സംഘം ലോകത്തുണ്ടാവണം. അത് ഉണ്ടാകുക തന്നെ ചെയ്യും. ലാ തസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തുൻ ഖായിമത്തുൻ ബിഅംരില്ലാഹ്. അല്ലാഹുവിന്റെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു ചെറു സംഘം ലോകത്തുണ്ടാകും. ലാ യദുറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും. ആരെതിർത്തു, ആര് തള്ളി, ആരൊഴിവാക്കി, ആരൊറ്റപ്പെടുത്തി, ഇതൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഫഹും അലാ ദാലിക് ഇലാ യൗമിൽ ഖിയാമ ഫഹും അലാ ദാലിക്. ലോകാവസാനം വരെ അവർ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ആ ചെറു സംഘം. അത് അള്ളാഹുവിന്റെ തർത്തീബാണ്, അഷ്റഫുൽ ഖൽഖ് വ്യക്തമാക്കി തന്ന തർത്തീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ മനസ്സിലാക്കി തന്ന രീതിയിൽ തന്നെ നമ്മൾ നോക്കണം. അതേപോലെ തന്നെ നോക്കണം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദറിലേക്ക് അയച്ചത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ വെറും കാരണമാക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ ഗുരുകുലത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ച ആ ന്യൂനപക്ഷം വരുന്ന ആ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികൾ എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കാനാണ് ബദർ ഉണ്ടായത്.
കൂട്ടരെ ഖുറൈശി സമൂഹത്തിന്റെ സമ്പത്ത് അഷ്റഫുൽ ഖൽക്കിന് വിട്ടുകൊടുക്കലാണ് അള്ളാന്റെ ഉദ്ദേശമെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് സകലതും കൊണ്ട് അപ്പുറത്തേക്ക് പോയി ഫിറൗനെയും പാർട്ടിയും നശിപ്പിച്ചില്ലേ? അവരെ സ്വർണവും അവരുടെ എല്ലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ കിട്ടിയില്ലേ? ആ സ്വർണം ഉപയോഗിച്ചിട്ടല്ലേ സാമിരി പശുക്കുട്ടിനെ ഉണ്ടാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എളുപ്പമുള്ള കാര്യമല്ലേ അത്? ഖുറൈശി സമൂഹത്തിന്റെ സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് കിട്ടാൻ പാകത്തിലൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് നിസ്സാര വിഷയമാണോ അള്ളാഹ്ക്ക്? ഭൂമി അള്ളാഹുവിന്റെ കയ്യിലല്ലേ? കാറ്റ് അള്ളാഹുവിന്റെ കയ്യിലല്ലേ? വെള്ളപ്പൊക്കം അള്ളാഹുവിന്റെ കയ്യിലല്ലേ? ഭൂകമ്പം അള്ളാഹുവിന്റെ കയ്യിലല്ലേ? പൂർവികന്മാരായ സമൂഹത്തെ നശിപ്പിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് അല്ലേ ഇതൊക്കെ? മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രം അള്ളാഹുവിന് ഈ വസ്തുക്കളെയൊന്നും അള്ളാന്റെ ഗോഡൌണിൽ ഇല്ല എന്നാണോ മുഅ്മിനീങ്ങൾ വിശ്വസിക്കേണ്ടത്? എന്നിട്ടും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബാക്കളെയും നിരായുധരായി ബദറിലേക്ക് പറഞ്ഞയച്ചു അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു യഅലം വ അൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കൊന്നും അറിയില്ല. അള്ളാഹുവിന്റെ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും ക്യാരം ബോർഡിലെ കട്ടകൾ മാത്രമാണ് നിങ്ങൾ. ക്യാരം ബോർഡിലെ കട്ടകളെ പോലെയാണ് മുഅ്മിനീങ്ങൾ ഈ ഭൂമിയിൽ. കളിക്കുന്നവൻ എങ്ങോട്ടാണോ ചൊട്ടുന്നത് ആ കുഴിയിലാണ് ആ കട്ട പോയി വീഴുക. കട്ടക്ക് സ്വന്തമായി ഞാൻ ഇന്ന കുഴിയിലേ വീഴുന്ന് വാശി പിടിക്കാൻ അവകാശമില്ല. ഉണ്ടോ ക്യാരം ബോർഡിലെ കട്ടകൾക്ക്? കളിക്കുന്നവന്റെ ചൊട്ടലനുസരിച്ച് പോയി വീഴാനുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയാകുന്ന ക്യാരം ബോർഡിന്റെ പലകയിൽ അള്ളാഹുവാകുന്ന ഉടമസ്ഥൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെറും കട്ടകൾ മാത്രമാണ് മനുഷ്യർ. എങ്ങോട്ടാണോ അവരെ ചലിപ്പിക്കുന്നത് അങ്ങോട്ടേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്നിട്ടും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയിലെത്തിയപ്പോൾ മദീനയിൽ നിന്ന് ബദറിലേക്ക് ഏതാണ്ട് 150-200 കിലോമീറ്റർ ഉണ്ട്. ഒരു 100 കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വിവരം വരുന്നത്. അള്ളാഹു അപ്പോഴാണ് അറിയിക്കുന്ന അഷ്റഫുൽ ഖൽക്കിനെ, മുഹമ്മദ് നബി, ഓ മുഹമ്മദ് നബി, അബൂ സുഫിയാന്റെ കച്ചവട സംഘം പോയി, അവർ രക്ഷപ്പെട്ടു. അവർ ചെങ്കടലിന്റെ തീരത്തൂടെ വഴിമാറി സഞ്ചരിച്ചവർ മക്കയിലേക്ക് എത്തി. പകരം അബൂജഹലിന്റെ സൈന്യം വരുന്നുണ്ട്. ഈ രണ്ടിലേതെങ്കിലും ഒരു സംഘത്തെ നിങ്ങൾക്ക് ഒതുക്കിത്തരാമെന്ന് ഞാൻ വഅദ ചെയ്യുന്നു, ഞാൻ ഉറപ്പ് വരുന്നു. പക്ഷെ ഒരു സംഘം കച്ചവട സംഘമാണ്, അവർ പോയി എന്ന് ഉറപ്പ് കിട്ടി. അപ്പൊ പിന്നെ രണ്ടാമത്തെ സംഘം അബൂജഹലിന്റെ സംഘമാണ്. അപ്പൊ യുദ്ധം ഉറപ്പായി. അപ്പോഴല്ലേ അഷ്റഫുൽ ഖൽഖ് സഹാബാക്കളെ വിളിച്ച് മുഷാവറ ചെയ്യുന്നത്? ഇങ്ങനെയാണ് വിവരങ്ങളുള്ളത്. അബൂജഹൽ സൈന്യവുമായി സർവായുധ സന്നാഹത്തോടെ വരുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൗഹീദാണ് ആദ്യം അല്ലാഹു തആല പരിശോധിക്കുന്നത്. തങ്ങൾ പതറുന്നുണ്ടോ അതോ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ഇടപെടലുകൾ 100% യാഥാർത്ഥ്യ ബോധത്തോടെ ഉൾക്കൊണ്ട പ്രവാചകൻ തായിഫിൽ വെച്ച്, അതേപോലെ തന്നെ സൗറുമലയിൽ വെച്ച്, അതേപോലെ തന്നെ യാത്രാമധ്യേ സുറാക്ക കൊല്ലാൻ വന്ന സന്ദർഭത്തിൽ ഈ സമയത്തൊക്കെ അള്ളാഹുവിന്റെ ഇടപെടൽ അതിശക്തമായിരുന്നു. അത് നല്ല യക്കീനാക്കി കൊടുക്കാൻ മുഹമ്മദ് മുസ്തഫക്ക് അള്ളാഹിന്റെ ഇടപെടലാണ് യാഥാർത്ഥ്യമെന്ന് യക്കീനാക്കി കൊടുക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലുള്ള ഹഖാനിയത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള സംഭവങ്ങളായിരുന്നു. ആ സംഭവങ്ങൾ ഒന്നും അഷ്റഫുൽ ഖൽക്കിനെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ യാഥാർത്ഥ്യമാണ് എന്ന് ബോധിപ്പിച്ചു കൊടുക്കാനാ. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അത് ഉറപ്പിച്ചു കൊടുക്കാനാണ്. അഷ്റഫുൽ ഖൽക്ക് ധൈര്യമായിരുന്നു. ആ ധൈര്യത്തിൽ 100% മാർക്കോടെ അഷ്റഫുൽ ഖൽക്ക് ജയിച്ചു. തൗഹീദിന്റെ ഫസ്റ്റ് പരീക്ഷയിൽ ആദ്യത്തെ പരീക്ഷയാണ്. 15 കൊല്ലത്തിനിടയിലുള്ള ആദ്യത്തെ പരീക്ഷയാണ്. 15 കൊല്ലമായി തൗഹീദിന്റെ ദഅവത്ത് തുടങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 15 കൊല്ലമായി ദഅവത്തിന്റെ തൗഹീദിന്റെ ദഅവത്ത് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത് എത്രമാത്രം ഈ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന പ്രവാചകനും അത് ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ബാച്ച് വിദ്യാർത്ഥികളും എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ആദ്യം പരിശോധിക്കണം അല്ലാഹു തആല. അഷ്റഫുൽ ഖൽക്ക് ജയിച്ചു 100 മാർക്കോടെ. അതിന്റെ തെളിവാണ് സഹാബാക്കളെ വിളിച്ചിട്ട് മുഷാവറ ചെയ്യുന്നത്. 200 ചില്ലാനം വരുന്നവരും അൻസാരികളാണ്, ബാക്കിയുള്ളവരും മുഹാജിരീങ്ങളാണ്. എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, ഇങ്ങനെയാണ് സ്ഥിതിയുള്ളത്, അതിശക്തമായൊരു ഏറ്റുമുട്ടൽ നടക്കാൻ പോവുകയാണ്, എന്താണ് നിങ്ങളെ പരിപാടി? എന്താണ് സഹാബാക്കൾ എഴുന്നേറ്റിട്ട് മറുപടി പറഞ്ഞത്? മുഹാജിരീങ്ങളോടാണ് ചോദ്യം.
മുഹാജിരിങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, പറ നബിയെ എന്ത് ചെയ്യണം, ഞങ്ങൾ തയ്യാറാണ്. ആവർത്തിച്ചു ചോദ്യം. മൂന്നാമതും ചോദിച്ചു. നാലാമത്തെ ചോദ്യത്തിന് സഅദ് ബിൻ മുആദ് എഴുന്നേറ്റിട്ട് ചോദിച്ചു, അൻസാരി നേതാവ്, ഞങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണോ നിങ്ങൾ ചോദ്യം ആവർത്തിക്കുന്നത് നബിയെ? അതെ, നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചോദ്യം ആവർത്തിക്കുന്നത്. കാരണം ഹുദൈബിയയിൽ വെച്ച് നമ്മൾ തമ്മിൽ സന്ധി ഉണ്ടാക്കിയത് മദീനയുടെ അതിർത്തിക്കുള്ളിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിഹരിക്കും, ഞങ്ങൾ സഹകരിക്കും, ഞങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യും, തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് പൂർണ്ണമായ രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കും. ഇതാണ് നിങ്ങൾ എനിക്ക് ഹുദൈബിയയിൽ വെച്ച് തന്ന സന്ധി. ബദർ മദീനയുടെ അതിർത്തിക്ക് വെളിയിലാണ്, നിങ്ങളുടെ കരാറിൽ ബദർ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് അൻസാരികളായ നിങ്ങൾക്ക് ബദറിൽ ഈ യുദ്ധത്തോടൊപ്പം പങ്കുചേരാൻ ഞങ്ങളുമായിട്ടുള്ള കരാറനുസരിച്ച് നിയമമില്ല, ഇനി നിങ്ങൾ ഇഷ്ടമാണ് എന്ന്. ഓ, അതാണ് നബിയെ. അപ്പോഴല്ലേ സഅദ് ബിൻ മുആദ് എഴുന്നേറ്റിട്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ധൈര്യമായിട്ട് പറ, എന്താ ചെയ്യേണ്ടത്, ഞങ്ങളൊപ്പമുണ്ട്. മൂസാ നബിന്റെ ആൾക്കാർ അന്ന് ഫലസ്തീനിലേക്ക് പോകാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആൾക്കാരോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ, ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഫഇന്നാ ഹഹുനാ ഖായിദൂൻ, ഫലസ്തീനിൽ അന്നത്തെ ദുർമാർഗികളായ ജബ്ബാരിയങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചപ്പോൾ, നിങ്ങളും നിങ്ങൾ അള്ളയും പോയിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയിട്ട് വാ, ഞങ്ങളിവിടെ ഇരിക്കാം, എല്ലാം ശരിയായിട്ടാകുമ്പോൾ നമ്മളങ്ങോട്ട് വരാം എന്ന് പറഞ്ഞതുപോലെ. അത് പറഞ്ഞാൽ മൂസാ നബിന്റെ ഖൗമ് പറഞ്ഞതാ, മുസ്ലിമീങ്ങളാ പറഞ്ഞിരിക്കുന്നത്, വേറെ ഏതും മതക്കാരല്ല മൂസാ നബിയോട്. അതേപോലെ ഞങ്ങൾ പറയുമെന്നാണോ നബിയെ നിങ്ങൾ കരുതിയത്? പറ, ധൈര്യമായിട്ട് പറ, എന്താണ് ചെയ്യേണ്ടത് എന്ന്. സഹാബാക്കൾ 100 മാർക്കോടെ ജയിച്ചു. ഒന്നും കയ്യിലില്ലാതെ അള്ളാഹു മാത്രം എന്ന ആ യഖീനിൽ ഉറച്ചു നിന്ന സഹാബാക്കൾ, അവരെ പറ്റിയാണ് അള്ളാഹ് പറഞ്ഞത്, വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങളൊന്നും ആയിരുന്നില്ല ബദറിൽ, അതില്ല, നിങ്ങളൊന്നും അല്ലാത്തൊരു ന്യൂനപക്ഷമായിരുന്നു ബദറിൽ, എന്നിട്ട് നിങ്ങളെ അള്ളാഹു സഹായിച്ചു. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമാലുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമാലുകൾക്ക് വേണ്ടിയുള്ളതല്ല അമാൽ, തൗഹീദിനെ പരിശോധിക്കാനുള്ളതാണ് അമാൽ. അതുകൊണ്ടാണ് ഷഹാദത്തിന് കൃത്യമായ അളന്ന് തൂക്കിയിട്ടേ അമൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് നാം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിന് വല്ല കുഴപ്പവും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അമാലുകളുടെ മുമ്പിൽ അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് നിസ്കാരത്തെ ബന്ധിപ്പിച്ചപ്പോൾ ആ നിസ്കാരവുമായിട്ട് മറ്റുള്ള അമാലുകളെ ബന്ധിപ്പിക്കുന്ന രീതിക്കാണ് നാം ജിഹാദ് ഉദാഹരണം പറഞ്ഞത്. അഞ്ചിഹാദിൽ വെച്ചും സഫ് എങ്ങനെ നിൽക്കണമെന്ന് പോലും അല്ലാഹു തആല പഠിപ്പിച്ചു. ഇമാം എവിടെ നിൽക്കണമെന്ന് പഠിപ്പിച്ചു. എത്ര സഫ് ഉണ്ടാകണമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. ഇമാം റുക്കൂയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സഫ് റുക്കൂയിൽ പോണോ? രണ്ടാമത്തെ സഫിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? സുജൂദിലേക്ക് പോകുമ്പോൾ പിറകിലുള്ളവർ ആയുധം എവിടെ വെക്കണം? അസ്ലിഹത്ത്, ആയുധം എവിടെ വെക്കണം? ഇതുവരെ നിസ്കാരത്തിന്റെ ചിട്ടയിലാ പഠിപ്പിച്ചിരിക്കുന്നത്. ജിഹാദ് അതിനു വേണ്ടിയുള്ളതാണ്. എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പാലിക്കുന്നുണ്ടെന്ന് പരിശോധിക്കാൻ. ഇങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ പുറപ്പുകൊണ്ട, ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തും പ്രബോധനവുമായിട്ട് നടക്കുന്നവർ, അതേപോലെ തന്നെ അതിന്റെ പ്രചരണവുമായിട്ട് നടക്കുന്നവർ, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം മതി ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു സംരക്ഷണവും ലഭിക്കുകയില്ല എന്നതിന് തെളിവായിട്ട്. രണ്ടാമത്, അടിമകളോടുള്ള ഹക്കുകൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞത് തൗഹീദുമായി ബന്ധിപ്പിച്ചിട്ടാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അതേപോലെ തന്നെ ഹജ്ജ് എന്തിനാണ് ഫർളാക്കിയത്? എന്താണ് ഹജ്ജ് ഫർളാക്കിയതിന്റെ പിറകിലുള്ള ഒന്നാമത്തെ ഹിക്മത്ത്? ആ യാത്രയിൽ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന് അല്ലാഹുക്ക് അറിയണം. ഹജ്ജല്ലേ, യാത്രയല്ലേ, അങ്ങനെയൊക്കെ നിസ്കരിക്കാൻ കഴിഞ്ഞെന്ന് വരുമോ? എൻ്റെ ഹജ്ജിനെ കൊണ്ട് യാതൊരു ആവശ്യവും അല്ലാഹു തആലക്കില്ല. അറഫയാണ് ഹജ്ജ്, അതേസമയത്ത് അറഫയിൽ നിസ്കാരമില്ല. ളുഹ്റും അസ്റും നിസ്കരിക്കേണ്ടത് അറഫന്റെ വെളിയിൽ വെച്ച് തഖ്ദീമിന്റെ ജമ്മാക്കിയിട്ട്, മഗ്രിബും ഇശാവും നിസ്കരിക്കേണ്ടത് മുസ്ദലിഫയിൽ വെച്ച്. അറഫയിൽ നിസ്കാരമില്ല. നട്ടുച്ചക്ക് കൊടും വെയിലത്ത് ദുആ മാത്രമേ അറഫയിലുള്ളൂ. അതേ അവസരത്തിൽ അറഫയിലേക്ക് പോകുന്ന തലേന്ന് മിനായിൽ താമസിച്ചിട്ട് ചെയ്യേണ്ട അമല് നിസ്കരിക്കലാണ്. 5 നേരത്തെ നിസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക, എന്നിട്ട് വേണം ഹജ്ജ് ചെയ്യാൻ.
അതുകൊണ്ടാണ് ദുൽഹജ്ജ് 8-ന്റെ അന്ന് അല്ലെങ്കിൽ 9-ന്റെ അന്ന് നേരെ അറഫയിലേക്ക് പോകാൻ പറഞ്ഞാൽ മതിയായിരുന്നു. 8-ന്റെ അന്ന് മിനായിൽ വന്ന് താമസിക്കണമെന്ന് പറയേണ്ടിയില്ലായിരുന്നു. 8-ന്റെ അന്ന് മിനായിൽ വന്ന് താമസിക്കുന്നത് നിസ്കാരം ശരിയുണ്ടോ എന്നറിയാനാ. ജീവിതത്തിൽ ഇന്ന് വരെ നിസ്കരിച്ച മുഴുവൻ നിസ്കാരവും മിനായിൽ അള്ളാഹുവിൽ നിന്ന് മാർക്ക് വാങ്ങണം. എന്നിട്ട് പിറ്റേന്ന് അറഫയിൽ പോയിട്ട് എല്ലാം ക്ലിയർ ആകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു അക്ബർ, എന്തൊരു നല്ല തർത്തീബാണ്. റമദാനോ മാസം കണ്ട ആദ്യം ചെയ്യേണ്ട ജോലി എന്താണ്? നോമ്പാണോ? ഇന്ന് മഗ്‌രിബിന് മാസം കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിസ്കാരമല്ലേ? ഖിയാമുൽ ലൈലല്ലേ? തറാവീഹ് നിസ്കാരമല്ലേ? നാളത്തെ നോമ്പിന്റെ നിസ്കാരമല്ലേ ഇന്ന് നിർവഹിക്കേണ്ടത്? അതോ നോമ്പാദ്യവും നിസ്കാരം പിന്നെയാണോ? ചുരുക്കി പറഞ്ഞാൽ എല്ലാ അമലുകളെയും അല്ലാഹു തആല ബന്ധിപ്പിച്ചത് നിസ്കാരവുമായിട്ടാണ്. നിസ്കാരത്തെ ബന്ധിപ്പിച്ചത് തൗഹീദുമായിട്ടാണ്. ഏതൊരുത്തന്റെ നിസ്കാരം ബാത്തിലാണോ ഒരമലും നിസ്കാരവുമായിട്ട് കണക്ഷൻ ആവില്ല. നിസ്കാരമായിട്ട് കണക്ഷൻ, നിസ്കാരം ശരിയല്ലയോ അവന്റെ ഈമാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ അബ്ദി വൽ കുഫ്രി തർക്കുസ്സലാ, ഈമാന്റെയും കുഫ്റിന്റെയും ഇടയിൽ വേർതിരിവ് നിസ്കാരത്തെ പാഴാക്കലാണെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഫമൻ തറക്കഹാ ഫഖദ് കഫർ, നിസ്കാരത്തെ ഒരുത്തൻ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് ഈമാന്റെ ഭാഗമായതുകൊണ്ടാണ് നിസ്കാരം. കിബിലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മദീനയിലെ ജൂതന്മാരുമായിട്ട് ഇടഞ്ഞപ്പോൾ ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കി ജൂതന്മാര്. ഇതുവരെ ചെയ്ത നിസ്കാരമൊക്കെ എന്താണ്? ഇതുവരെ ചെയ്ത നിസ്കാരമൊക്കെ പാഴാണോ? മുഹമ്മദ് ഇങ്ങനെ നാൾക്ക് നാൾ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, ഒരിക്കൽ കിഴക്കോട്ട് പിന്നൊരിക്കൽ വടക്കോട്ട് മുഹമ്മദ് കളിക്കുകയാണ് ജനങ്ങളെയും കൊണ്ട്. അങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. കിബില മാറ്റം നടന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അഷ്റഫുൽ ഖൽഖിനെ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈമാൻ പാഴാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലിയുദിഅ ഈമാനുക്കും എന്ന്. അവിടെ നിസ്കാരത്തെ പറ്റിയാണ് ഈമാൻ എന്ന് പറഞ്ഞത്. എല്ലാ മുഫസ്സിറുകളും അവിടെ ഈമാൻ എന്ന അല്ലാഹ് ഉപയോഗിച്ചത് നിസ്കാരത്തെ പറ്റിയാണ് എന്ന് വെച്ചാൽ ഈമാനും നിസ്കാരവുമായിട്ടാണ് ബന്ധം എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണത്. ഇത് മുഴുവനും ഈ പറയപ്പെടുന്ന മുഴുവൻ അമലുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിനെ പരിഗണിച്ചുകൊണ്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുകയുള്ളൂ. എന്തെങ്കിലും തരത്തിൽ ശിർക്കിന്റെ കുഫറിന്റെ എന്തെങ്കിലും അംശം ഷഹാദത്തിനെ ബാധകമാക്കിയിട്ടുണ്ടോ, ഷഹാദത്തിനെ ബാത്തിലാക്കിയിട്ടുണ്ടോ, ഷഹാദത്തിനെ തൊലച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അത്ര ക്ലിയർ ആയിരിക്കണം തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പ്രാവർത്തികമാക്കാനുള്ള പ്രവൃത്തി രൂപമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഷഹാദയെ പറ്റി നാം ചർച്ച ചെയ്ത് അങ്ങനെയാണ്. എന്താണ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും തോന്നിയ പോലെ നല്ലതെന്നും പറഞ്ഞിട്ട് ചെയ്യാമായിരുന്നുവെങ്കിൽ മുഹമ്മദ് ഈ റിസാലത്തിലുള്ള ഷഹാദത്തിന്റെ എന്താ അർത്ഥമാണുള്ളത്? മുസ്ലിമീങ്ങളെല്ലാം കൂടിയിട്ട് ഇന്നത് നല്ലത് ഇന്നത് ചീത്ത എന്ന് തീരുമാനിക്കുമെങ്കിൽ രണ്ടാമത്തെ ഷഹാദത്തിന്റെ അർത്ഥം എന്താ? എന്തിനാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ 2 ഷഹാദയിൽ രണ്ടാമത്തെ ഷഹാദ തർത്തീബാക്കിയത്? അതെ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദ സഹിയായിരിക്കണം. അത് സഹിയാകാനുള്ള വഴി എന്താണ്? കൃത്യമായിട്ട് 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്ന് നാം പറഞ്ഞു. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എങ്ങനെയാണ് അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്? അതെങ്ങനെയാണ് പ്രവർത്തിച്ച് തെളിയിക്കേണ്ടത്? ഈ മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് അമലാക്കി കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? ഒന്നാമത്തത് അൽ ഇംതിസാലു ബിമാ അമർ. ആ പ്രവാചകൻ എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പന മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്തിന്റെ ഒന്നാമത്തെ കൈഫിയത്ത്, ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ ഷഹാദ അനുസരിച്ച് അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്, അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്, അല്ലാഹ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ്. അതെങ്ങനെയാണ് നീ ബോധ്യപ്പെടുത്തുക? അൽ-ഇംതിസാലു ബിമാ അമർ, മുഹമ്മദ് മുസ്തഫ കൽപ്പിച്ചത് മാത്രമേ ഞാൻ അമലായി സ്വീകരിക്കുകയുള്ളൂ. ഇവിടെ മൊത്തത്തിൽ മുഅ്മിനീങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ദുനിയാവിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നടപടി, ദുനിയാവിന്റെ കാര്യം മുഴുവനും ഹലാലാണ്, ഇല്ലാ മാ ഹറമല്ലാഹ്, അള്ളാഹ് ഹറാമാക്കിയതൊഴികെ. ചില വിവരം കെട്ടവർ, ചില വിവരദോഷികൾ, പണ്ഡിത വേഷധാരികൾ സമൂഹത്തിലെ സാധാരണക്കാരനെ കൊണ്ട് അവരുടെ ചൊൽപ്പടിക്കത്ത് അവരുടെ ആശയമനുസരിച്ച്, ആഗ്രഹമനുസരിച്ച് സാധാരണക്കാരനായ അനുയായികളെ പ്രവർത്തിപ്പിക്കാൻ പറഞ്ഞിട്ട് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇസ്ലാമിന്റെ ആൾക്കാർ മുസ്ലിമീങ്ങൾ ഷഹാദത്ത് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഫാൻ ഉണ്ടോ
AC ഉണ്ടോ, അതേപോലെ തന്നെ ട്യൂബ് ലൈറ്റ് ഉണ്ടോ? അപ്പൊ അതെല്ലാം വിദ്വത്താവൂലേ? അറിയാത്തത് കൊണ്ടാണ് ഷഹാദത്തിന്റെ ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കാത്തത് കൊണ്ടാണ് അത്തരം ചോദ്യം പണ്ഡിതന്മാരിൽ നിന്ന് വരുന്നത്. ഇത്തരം വിഷയങ്ങളൊക്കെ ജീവിതത്തിന്റെ ദുന്യവിയായ കാര്യങ്ങൾ മാത്രമാണ്, കൗനിയായ അസ്ബാബുകളാണ്, സാങ്കേതികമായ വസ്തുക്കളാണ് ജീവിതവുമായി ബന്ധപ്പെട്ടത്. അതിനെപ്പറ്റി ഇസ്ലാമിന്റെ ഹുക്കം എന്താണ്? സാങ്കേതിക കാര്യങ്ങൾ മുഴുവനും ഹലാലാണ്, ഇല്ലാ മാ ഹറമല്ല. അതിൽ അല്ലാഹ് ഹറാമാക്കിയത് മാത്രം മാറ്റി നിർത്തിയാൽ മതി, ബാക്കി മുഴുവനും ഹലാലാണ്, തെളിവ് നോക്കേണ്ടതില്ല. ഹറാമാക്കിയിട്ടുണ്ടോന്ന് മാത്രം. ദീൻ അങ്ങനെയല്ല, അഅമാലുകൾ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് അഅമാലിന്റെ വിധി എല്ലാ അമലുകളും ഹറാമാണ്, ഇല്ലാ മാ ഹല്ലലല്ലാഹ്. എന്ത് അമലും ദീനിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിഷിദ്ധമാണ്, അല്ലാഹ് ഹലാലാക്കി തന്നത് മാത്രം ഒഴികെ. ദുനിയാവിന്റെ കാര്യത്തിൽ മുഴുവനും ഹലാലാണ്, അല്ലാഹ് ഹറാമാക്കിയതൊഴികെ. ഭാഷ മനസ്സിലാക്കണം, ഉലമാക്കൾക്ക് പോലും തിരിയാത്തൊരു വിഷയമാണിത്. ദുനിയാവിന്റെ വിഷയം മുഴുവനും ഹലാലാണ്, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിൽ അല്ലാഹ് ഹറാമാക്കിയതുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ദീനിന്റെ വിഷയം മുഴുവനും ചിന്തിക്കേണ്ട വിഷയമാണ്, മുഴുവനും ഹറാമാണ്, നിഷിദ്ധമാണ്. അല്ലാഹ് ഹലാലാക്കി, അല്ലെങ്കിൽ അല്ലാഹ് ഫർളാക്കി, അല്ലെങ്കിൽ അല്ലാഹ് സുന്നത്താക്കിയതൊഴികെ. അപ്പൊ അമലിന്റെ വിഷയത്തിലാണ് ശർഈയായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. ദുനിയാവിന്റെ വിഷയത്തിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് ഹറാമോ ഹലാലോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അൽ ഇൽമു ബിൽ ഹലാലി വൽ ഹറാം മാത്രം നോക്കിയാൽ മതി. അതേ അവസരത്തിൽ അമലുകൾ അങ്ങനെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയോട് യോജിപ്പുണ്ടോ, മുഹമ്മദുർ റസൂലുള്ളാഹിയുമായിട്ട് യോജിപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇംതിസാലു ബിമാ അമർ, പ്രവാചകൻ എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ അമലാകുകയുള്ളൂ. പ്രവാചകൻ കൽപ്പിക്കാത്തത് വല്ലാഹി അമലാകുകയില്ല, അത് ബാത്തിലാണ്. അത് രണ്ടാമത്തെ ഷഹാദത്തിനെ ബാത്തിലാക്കുന്നതാണ്. രണ്ടാമത്തെ വിഷയം അൽ ഇജ്തിനാബു ബിൻ നവാഹി. ആ മുഹമ്മദ് മുസ്തഫ എന്തെല്ലാം നിരോധിച്ചിട്ടുണ്ടോ, ദീനിന്റെ വിഷയത്തിൽ എന്തെല്ലാം തള്ളിയിട്ടുണ്ടോ, നിരോധിച്ചിട്ടുണ്ടോ, അതപ്പടി അംഗീകരിക്കലാണ് ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ പ്രാവർത്തികമാക്കാനുള്ള രീതി. ഇല്ലെങ്കിൽ എന്താകും? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാകും. ഒരാൾ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ മുഹമ്മദ് മുസ്തഫ നിരോധിച്ച കാര്യമാണ്. മുഹമ്മദ് മുസ്തഫ നിരോധിച്ചാലും അത് നല്ലതല്ലേ, തീർച്ചയായിട്ടും അവന്റെ ഷഹാദ ബാത്തിലാണ്. മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടില്ല, പക്ഷെ നല്ലതല്ലേ, ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം നല്ലതല്ലേ എന്ന് പറയാനുള്ള ഒരു അവകാശവും ഈ സമുദായത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഷഹാദത്ത് ഒന്നാമത്തതായത്. ഒന്നാമത്തെ കാര്യം ഷഹാദത്തായത് തന്നെ അതുകൊണ്ടാണ്. ദീനിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഒരു വിഷയത്തിനും ഒരു ഇമാമിനും ഒരു ശൈഖിനും ഒരു ഉസ്താദിനും ഒരു തങ്ങൾക്കും ഇടപെടാൻ അവകാശം കൊടുത്തിട്ടില്ല. അഥവാ കൊടുത്താൽ രണ്ടാമത്തെ ഷഹാദക്ക് അർത്ഥമില്ല എന്ന് പറയേണ്ടി വരും. വെറും ദിക്റ് എല്ലാം വേണ്ടി മാത്രമാകും അത്, വെറും സലാത്തി എല്ലാം വേണ്ടി മാത്രമാകും അത്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ? മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം അത്തസ്ദീഖു ബിമാ അഖ്ബർ അൻ മുഹമ്മദ് മുസ്തഫ. എന്ത് കാര്യമാണോ പറഞ്ഞു തന്നിരിക്കുന്നത്, വർത്തമാനമായി പറഞ്ഞു തന്നിരിക്കുന്നത്, അതൊരു വിധത്തിലും ഒന്നും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ചിന്തിച്ചിട്ടൊന്നും അത് ബോധ്യപ്പെടുന്നില്ല. എന്നാലും ശരി, അത് സത്യപ്പെടുത്താൻ നിന്റെ മനസ്സ് തയ്യാറാകണം. ഇല്ലെങ്കിൽ നിന്റെ ഷഹാദ ബാത്തിലാണ്. നീ അതിനെ ഒന്നിക്കൽ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ മെനക്കെട്ടു, അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹവയനുസരിച്ച് അതിനെ, നിന്റെ ലോജിക്ക് അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ മെനക്കെട്ടു. നീ രണ്ടാമത്തെ ഷഹാദ സഹിയാകാണ്ട് ഒരു ഷർത്ത് ബാത്തിലാക്കിയവനാണ്. അതോടുകൂടി രണ്ടാമത്തെ ഷഹാദ പൊളിയും. രണ്ടാമത്തെ ഷഹാദ പൊളിഞ്ഞാൽ ഒന്നാമത്തെ ഷഹാദയും ബാത്തിലാവും. നാലാമത് ശ്രദ്ധിക്കേണ്ടത് വൽ ഇബാദത്തു ബിമാ ശറഅ. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ചത് മാത്രമേ ഇബാദത്തായിട്ട് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. അത് മുഹമ്മദ് ഈ റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിന്റെ ഭാഗമാണ്. ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ടത് എന്തിനെയൊക്കെയാണ്? മുഹമ്മദ് ഈ റിസാലത്ത് അമൽ ചെയ്യും അനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിച്ചോളണം. നാം അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന്, അസ്ലൻ, അതിന്റെ ഉസൂൽ കൃത്യമായി പാലിച്ചിരിക്കണം. അള്ളാഹു ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞു തന്നത് എന്നറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് മുഹമ്മദ് മുസ്തഫാന്റെ ഇത്തിബാഅ് കാര്യത്തിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു മുസ്ലിമിന്റെ ഈമാൻ പൂർത്തിയാകാൻ മുഹമ്മദ് മുസ്തഫാനെ സ്നേഹിക്കാനല്ല അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല ആദ്യം പറഞ്ഞു തന്നിരിക്കുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫഅഹിബ്ബൂനി, എന്നെയും ഇഷ്ടപ്പെടുക എന്ന് പറയൂ പ്രവാചകരെ എന്നല്ല റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പറയിപ്പിച്ചത്. മറിച്ച് അല്ലാഹനോട് നിങ്ങൾക്ക് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ നിങ്ങളെ പിൻപറ്റാൻ പറയൂ എന്നാണ്. അതാണ് മഹബ്ബത്ത്.
മുഹമ്മദ് മുസ്തഫാനെ മഹബത്ത് എന്താണ്? ഇത്തിബാ ആണ്. മഹബത്ത് എന്നും പറഞ്ഞ് എന്തെങ്കിലും തോന്നിയവാസം ചെയ്താൽ അത് ഷഹാദത്തിനെ ബാത്തിലാക്കി കളയും. അതുകൊണ്ടാണ് രണ്ടാമത്തെ വിഷയത്തിൽ നമ്മൾ ഇത്തിബാ എന്നത് ശരിയാണോ നോക്കണം. ഒന്നാമത് നോക്കേണ്ടത് ജിൻസൻ, മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തന്ന വകുപ്പിൽപ്പെട്ടതാണോ ഇത്? ജിൻസ് നോക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്ത് സഹിയാകണമെങ്കിൽ ചെയ്യുന്ന അമല് ജിൻസ് നോക്കണം. ഏതുപോലെ? ഉദാഹരണം, ഉലഹിയത്ത് അറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത് ബഹീമത്തുൽ അന്നാമിനെയാണ്, നാക്കാലി മൃഗത്തെയാണ്. അപ്പൊ 4 കാലുള്ള അനുവദിക്കപ്പെട്ട മൃഗങ്ങൾ ഏതിനെ അറുത്താലും ഉലഹിയത്താകുന്നതാണ്. ജിൻസ് ഒത്താ മതി. അതേ അവസരത്തിൽ നല്ല കോഴി, 2 കാലുള്ള കോഴിയെ പിടിച്ചിട്ട് അറുത്താൽ അത് ഉലഹിയത്താകുമോ? ഇല്ല, കാരണം ജിൻസ് ഒത്തില്ല. ജിൻസ് എന്താണ്? അൻആമാണ്, നാക്കാലി മൃഗമാണ്. ഇപ്പൊ 4 കാലുള്ള മൃഗം ഒട്ടകം ആവാം, കാളയാവാം, അതേപോലെ തന്നെ അത് ആടാവാം. ഇതെല്ലാം ജിൻസാണ്, ഒരു ജിൻസാണ്. അതേ സന്ദർഭത്തിൽ ചില കാര്യത്തിൽ നൗഅ് ഒക്കണം. ജിൻസ് മാത്രം ഒത്താ പോരാ, അതിൽ ഏത് വകുപ്പ് എന്ന് നോക്കണം, അത് ഏത് പാറ്റേൺ അത് നോക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അക്കീക്കത്ത് അറുക്കുന്ന വിഷയത്തില്, കുട്ടികൾ പറഞ്ഞാൽ അക്കീക്ക അറുക്കണം, മൃഗത്തെ അറുക്കണം. അവിടെ ജിൻസ് ഒക്കണം പോരാ, അവിടെ നൗഅ് ഒക്കണം. കാരണം റസൂലുള്ളാഹി തങ്ങൾ നൗഉം കൂടി പറഞ്ഞിട്ടുണ്ട്. ഉലഹിയത്തിന്റെ വിഷയത്തിൽ നാക്കാലി മൃഗങ്ങളെ അറുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നൗഉം കൂടി ഉൾപ്പെടുത്തി. അനിൽ ഗുലാമി ഷാത്താനി വാനിൽ ജാരിയത്തി ഷാത്തുൻ, ആൺകുട്ടികൾക്ക് 2 ആട്, പെൺകുട്ടിക്ക് 1 ആട്. അപ്പോൾ ഇപ്പോൾ എന്ത് വ്യക്തമായി? ഉലഹിയത്തിന് 4 കാലുള്ള ആ അനുവദിക്കപ്പെട്ട മൃഗം ഏതുമാവാം. അക്കീക്കത്തിന് ആട് തന്നെ ആവണം, അക്കീക്കത്തിന് ആട് തന്നെ ആവണം. കാരണം നൗഉം കൂടി ഒക്കണം. അവിടെ പിന്നെ അതുമാവാം, പോത്തിനകത്ത കുറെ ആക്കെത്തുമല്ലോ, അതേപോലെ തന്നെ മൂരിനകത്ത കുറെ ആക്കു ഉപകരിക്കുമല്ലോ. ഇതിലെ ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. നമുക്ക് ഷഹാദത്തനുസരിച്ച് അമൽ ചെയ്യാൻ അവകാശമുള്ളൂ. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നാം സംസാരിക്കുന്നത് ഇസ്ലാമിന്റെ അഹ്ലുകാരോടാണ്, മുസ്ലിമീങ്ങളോടാണ്, ഷിയാക്കളോടല്ല. ഷിയാക്കൾ വേറെ തന്നെ ഒരു മതക്കാരാണ്. അവരെ വേറെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാൻ വേറെ ഏർപ്പാടുകളുണ്ട്. ഷിയാക്കളെ സംബന്ധിച്ചോളം നമ്മൾ കൂടുതൽ ഫിക്ർ എടുക്കേണ്ട ആവശ്യമില്ല. ആ ദലാലത്ത് ഭൂരിപക്ഷത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹിയും പൊളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ശക്തി കൂടാനേ നിവൃത്തി വരമുള്ളൂ. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് നമ്മളോട്. മുസ്ലിമീങ്ങൾക്ക് ജീവിക്കുമ്പോൾ അവരെ ശ്രദ്ധ എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും മുസ്ലിമീങ്ങൾ. ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും, അവനക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതേപോലെ ആയിരിക്കും ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ. അതുകൊണ്ടാണ് നാം പറയുന്നത് 1-2% വരുന്ന മുസ്ലിമീങ്ങളാണ് ലോകത്തുള്ളത്. ബാക്കിയുള്ളത് മുഴുവനും ഒന്നിക്കൽ ഷീഈ മതക്കാരാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതക്കാരാണ്, അല്ലെങ്കിൽ ജൂത മതക്കാരാണ്, അല്ലെങ്കിൽ മജൂസി മതക്കാരാണ്, അല്ലെങ്കിൽ നിരീശ്വര നിർമ്മത ഭൗതികവാദികളാണ്. മുസ്ലിമീങ്ങളാകെ 1-2% മാത്രം. ആ 1-2% വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ മുഴുവനും ഭൂമിയിൽ ഈ 2%. ബാക്കിയുള്ളവരോടല്ല. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അല്ലാഹു തആല നേരത്തെ തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. നീച ജീവികളാണ് അവർ ഭൂമിയിൽ. നേരത്തെ തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നുള്ള ചർച്ച മുഴുവനും മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടുമാണ്. ഇസ്ലാമിന്റെ അഹ്ലുകാരായ മുസ്ലിമീങ്ങൾ. ആരാണ് മുസ്ലിം? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പൂർത്തിയാക്കിയവൻ, മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ പൂർത്തിയാക്കിയവൻ. ഇത് വളരെ ഗൗരവമായിട്ട് നാം മനസ്സിലാക്കണം. ഇസ്ലാമിനെയും മുസ്ലിമിനെയും പറയുമ്പോൾ സംഘടനകളുമായി ചേർത്ത് പറയുന്ന ഒരു രീതി നമുക്ക് വന്നിട്ടുണ്ട്. അപകടമാണത്. മുജാഹിദീങ്ങളാണ് മുസ്ലിമീങ്ങൾ, അല്ലെങ്കിൽ സലഫികളാണ് മുസ്ലിമീങ്ങൾ. എന്ത് അവകാശമാണ് നമുക്ക് പറയാൻ? ഇന്നത്തെ മുജാഹിദ് നാളത്തെ മുശ്രിക്കായി കൂടാന്നില്ല, ഇന്നത്തെ മുശ്രിക്ക് നാളത്തെ മുജാഹിദ് ആയി കൂടാന്നില്ല. ഏത് സമയത്തും സസ്പെൻഡ് ആവാനും ഡിസ്മിസ് ആവാനും സാധ്യതയുള്ളതാണ് തൗഹീദിലുള്ള ഷഹാദ. അതുകൊണ്ട് ഇന്ന കൂട്ടക്കാരെ ഷഹാദ ക്ലിയറാണ്, മറ്റൊരു കൂട്ടക്കാരെ ഷഹാദ പോക്കാടില്ല. ഇസ്ലാമും മുസ്ലിമുമാണ് നമ്മുടെ ചർച്ച. നാം സംസാരിക്കുന്ന മുസ്ലിമീങ്ങളോടാണ്. നാം ഏത് ചാനലിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്? ഇസ്ലാമിന്റെ ചാനലിൽ നിന്നുകൊണ്ട്. എന്താണ് ഇസ്ലാം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് ഇസ്ലാം. ഇത് മനസ്സിലായി വരാൻ സമയമെടുക്കും. ഇനിയും ഇസ്ലാമും മുസ്ലിമും വേറെ, മറ്റ് മതക്കാര് വേറെ.
മറ്റു മതക്കാരെ സംബന്ധിച്ച് ഇടപെടിക്കാനോ അവർക്കാർക്കും കൊലപെടേണ്ട ആവശ്യമില്ല. മറ്റു മതക്കാർക്ക് പ്രശ്നമുണ്ടാക്കേണ്ട ആവശ്യമില്ല. മറ്റു മതക്കാരുടെ കാര്യത്തിലും നമ്മൾ ഇടപെടുന്നില്ല. നാട്ടിൽ നടക്കുന്ന വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ അനുസരിച്ചാണോ, മുഹമ്മദുർ റസൂലുള്ളാഹിക്കുള്ള ഷഹാദ അനുസരിച്ചാണോ എങ്കിൽ അത് ഇസ്ലാമാണ്. അതാവണം, എന്നാലേ ഇസ്ലാം ആവുള്ളൂ എന്നാണ് നാം പറയുന്നത്. അത് എന്ത് ആചാരമാവട്ടെ, സമ്പ്രദായമാവട്ടെ, എന്തോ ആവട്ടെ, നാട്ടിൽ നടക്കുന്ന എന്ത് പേക്കൂത്തോളം ആവട്ടെ, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചോളം ചർച്ചാ വിഷയമല്ല. ഇവിടുത്തെ മഹാഭൂരിപക്ഷം ഷിയാക്കൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മളെ പറ്റി ചർച്ചയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാക്കിയവർ, മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ ബാത്തിലാക്കിയവർ, അവരെന്ത് പ്രവർത്തിക്കുമോ ആ ബാത്തിലാന്റെ ഷഹാദ ബാത്തിലാക്കിയ രീതി അനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുക. നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുന്നതായിരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദ നിലനിന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോടാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ നിലനിന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോടാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലണം. ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ ഇത്ര ഗൗരവമായിട്ട് പറയുന്നത് ഒന്നെൻ്റെ നഫ്സോടാണ്, ഒന്നെന്നെ കേൾക്കുന്ന വളരെ ചെറിയ ന്യൂനപക്ഷത്തോടാണ്. ഭൂരിപക്ഷത്തിന് മനസ്സിലാവൂലെന്ന് എനിക്കറിയാം. അള്ളാഹു പറഞ്ഞു വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ഭൂരിപക്ഷത്തിനും കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഖലീലൻ മാ തദക്കറൂൻ. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ചിന്ത ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹിൻ്റെ അടിമകളെ പറ്റി അള്ളാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം നോക്കിയിട്ട് വഞ്ചിതരാവണ്ട, പാണ്ഡിത്യം നോക്കിയിട്ട് വഞ്ചിതരാവണ്ട, സംവിധാനം നോക്കിയിട്ട് വഞ്ചിതരാവണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദക്ക്, മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്ത് പോർലേൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ചർച്ചയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഏത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹുവിന് മാത്രം, അല്ലാഹു അല്ലാത്തതിനെ പറ്റിയുള്ള ചർച്ചയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് ഐ ലാ മത്ബൂഅ ബിഹഖ്ഖിൻ, അല്ലാഹുവിന്റെ കൽപ്പനകളെ പൂർത്തിയാക്കാൻ ഇത്തിബാ ചെയ്യാൻ പറ്റിയ ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദുർ റസൂലുള്ളാഹ് മാത്രമാണ്. ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ട് കലിമയുടെ അർത്ഥമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ചർച്ച ആ കാര്യത്തിൽ വരുന്നില്ല. അഥവാ മൂന്നാമത്തെ ചർച്ച വന്നാൽ അത് ഷഹാദത്ത് ബാത്തിലായതിന്റെ അടയാളമാണ്. ഇന്ന ഉസ്താദ് പറഞ്ഞിട്ടാണ്, ഇന്ന തങ്ങൾ പറഞ്ഞിട്ടാണ്, ഇന്ന സംഘടന പറഞ്ഞിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഓക്കെയാണ്, സംഘടനയും കൂടി പരിഗണിക്കേണ്ടേ. അപ്പൊ മൂന്നാമത്തെ കാര്യം വന്നു, അപ്പൊ ഷഹാദ ബാത്തിലായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ സംഘടനയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ സംഘടനയും കൂടി പരിഗണിച്ചു ഇല്ല അങ്ങനത്തെ പരിപാടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിലേക്ക് പോയി. ഹുദൈബിയ അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖബ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തായിഫിൽ നിന്ന് വന്നു. അഷ്റഫുൽ ഖൽക്കിന് സ്വന്തക്കാരില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വേണ്ടപ്പെട്ടവർ മരിച്ചു, ഖദീജയും അബൂ താലിബും. ഇനിയൊരു നായകനെ കണ്ടെത്തണം. അഷ്റഫുൽ ഖൽക്ക് ഗോത്രങ്ങളുടെ പടികൾ കയറി ഇറങ്ങാൻ തുടങ്ങി. ആലോചിക്ക് സഹോദര, അതിന്ന് മനസ്സിലാവില്ല. നല്ല AC മുറിയിൽ ഇരുന്നിട്ട് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ദീനുൽ ഇസ്ലാമിനെ പ്രസംഗിക്കുന്നവർക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അഷ്റഫുൽ ഖൽക്ക് ഒരു അഭയം തേടി നടക്കുകയാണ് മക്കായിൽ. ആരെങ്കിലും മക്കാ മുക്കറമയിൽ അഷ്റഫുൽ ഖൽക്കിനെ ഏറ്റെടുക്കാൻ, അഷ്റഫുൽ ഖൽക്കിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ. കാരണം അബൂ താലിബ് മരിച്ചപ്പോൾ ആരുമില്ലാതായി, ഖദീജ മരിച്ചപ്പോൾ ആരുമില്ലാതായി. എല്ലാം കൊണ്ടും, ദുനിയാവ് കൊണ്ടും ദീന കൊണ്ടും എല്ലാം കൊണ്ടും യതീമായി ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങള് ആൾക്കൂട്ടങ്ങൾ കൂടുന്ന സ്ഥലത്തേക്ക് കയറി പോകാൻ തുടങ്ങി.
ദായികൾ മനസ്സിലാക്കണം, പ്രാസംഗ്യന്മാർ മനസ്സിലാക്കണം, സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ മനസ്സിലാക്കണം. ഹബീബായ മുത്തു ഉമ്മത്തിന് ദഅവത്ത് പഠിപ്പിച്ചേരുകയാണ്. ആ ദഅവത്തിൽ നിന്ന് അണ്ണുകിനെ പിറകോട്ട് പോകേണ്ട നാശത്തിന്റെ വക്കായിരിക്കും അത്. ഹബീബായ മുത്തായ മുസ്തഫ ഗോത്രങ്ങളിൽ കയറി ഇറങ്ങുകയാണ്. ആ സമയത്താണ് ഒരു ഹജ്ജ് വന്നത്. ഹജ്ജിന്റെ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിലേക്ക് പുറപ്പെട്ടു ഗോത്രങ്ങളെ കാണാൻ. കാരണം ഗോത്രങ്ങൾ ഹജ്ജിന് വന്നിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയാണ് മിനായിൽ തമ്പുകൾ ഒരുക്കുന്നത്, അന്ന് ഗോത്രങ്ങൾക്ക് വേണ്ടിയാണ് മിനായിൽ തമ്പുകൾ ഒരുക്കുക. അങ്ങനെ ഓരോ ഗോത്രക്കാരും ഓരോ തമ്പിലായിരിക്കും. ഖുറൈശിയിൽ തന്നെ ഉണ്ട് 10-15 ഗോത്രക്കാര്, കബീലക്കാര്. ഓരോ കബീലക്കാർക്കും വേറെ വേറെ ഗോത്രങ്ങൾ, വേറെ വേറെ തമ്പുകളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിച്ചാരെയും കൂട്ടിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സ്വന്തത്തെ സമർപ്പിക്കാൻ ഒരഭയം തേടി, ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് വേണം, മക്കയിൽ ജീവിക്കണമെങ്കിൽ അഭയം കൊടുക്കണം ആരെങ്കിലും, അല്ലെങ്കിൽ മക്കത്ത് ജീവിക്കാൻ പറ്റൂല, പുറത്തേക്ക് പോകണം. തായിഫിൽ പോയി വരുമ്പോഴേക്കും അഷ്റഫുൽ ഖൽഖ് നാടില്ലാത്ത ആളായി, പാസ്പോർട്ട് ക്യാൻസലായി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ഹബീബിന് മക്കത്ത് ജീവിക്കണമെങ്കിൽ ആരെങ്കിലും മുഹമ്മദിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ഒരു ഉത്തരവാദിത്തമായിരുന്നു ബഹുമാനപ്പെട്ട മുത്തഇം ഇബ്നു അദി ഏറ്റെടുത്തത്. മുത്തഇം ഇബ്നു അദി വയസ്സായി, ഒരു ബലമുള്ള ഒരു സംഘത്തെ സമീപിക്കണം. മദീന മിനായിലേക്ക് കയറി ചെന്നു. അബൂബക്കർ സിദ്ദീഖിന് ഗോത്രങ്ങളെ പറ്റി നല്ല ഇൽമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അഷ്റഫുൽ ഖൽഖ് ദഅവത്തിന്റെ വഴിയിലും സ്വന്തം അഭയത്തിന്റെ വഴിയിലും ഗോത്രങ്ങളെ സമീപിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഞാനും ഉണ്ടായിരുന്നു, ഒപ്പം അബൂബക്കറും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് 2 പേരെയും കൂട്ടിയിട്ടാണ് തമ്പുകളിൽ കയറി ചെല്ലുന്നത്. റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖിനെയും കൂട്ടി ഗോത്രങ്ങൾ, കിന്ദ ഗോത്രക്കാരെ കണ്ടുപോയിട്ട്, ബനു കൽബ് ഗോത്രക്കാരെ കണ്ടുപോയിട്ട്, ബനു ഹനീഫ ഗോത്രക്കാരെ കണ്ടു. ഒരു നല്ല മറുപടി കിട്ടിയില്ല. അവസാനം വേറൊരു പ്രബലമായ ഗോത്രമാണ് അബു ആമിർ ഷഅസഇ എന്ന് പറയുന്നൊരു ഗോത്രക്കാര്, ബനു ആമിർ. ആ ഗോത്രത്തിൽ ചെന്നു. റസൂലുള്ളാഹി തങ്ങൾ സലാം പറഞ്ഞു കയറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ പറ്റി അന്വേഷിച്ചു, നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ്? വിവരങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം റസൂലുള്ളാഹി സംസാരിക്കാൻ തുടങ്ങി. അഷ്റഫുൽ ഖൽഖായ തങ്ങൾ, ഞാൻ വന്ന ദൗത്യം പറഞ്ഞുതരാം. ഒന്നാമത്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ഞാൻ ഇന്ന ദൗത്യവുമായിട്ടാണ് വന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട്. അത് നിങ്ങൾ അംഗീകരിക്കണം. അതിനോടൊപ്പം ഇത് ദഅവത്ത് ചെയ്യാൻ എനിക്ക് മക്കയിൽ ഒരു അഭയം നിങ്ങൾ ഒരുക്കി തരണം. എന്താണ് ആ ചർച്ചയ്ക്ക് കഴിച്ചു വന്നത്? ആ ചർച്ച പുരോഗമിച്ചു വന്നത് കർച്ചയുടെ കബീലയുടെ നേതാവ്, ഞാൻ ചുരുക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശ്വാസം മുട്ടുന്നത്, നീണ്ടുപോയ ബുദ്ധിമുട്ടാണ്. ആ കബീലയുടെ നേതാവ് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട്, മുഹമ്മദ്, നിങ്ങൾ ഈ പറയുന്ന ആശയം കൊള്ളാം, വളരെ പ്രബലമായ ആശയമാണ് നിങ്ങൾ ഈ പറയുന്നത്. പൂർവികന്മാരായ പ്രവാചകന്മാര് പറഞ്ഞ ആശയമാണ്. നിങ്ങൾ ജയിക്കും തീർച്ചയായിട്ടും. ഗോത്രങ്ങളെല്ലാം നിങ്ങളെ കീഴിൽ വരും. നിങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് അഭയവും തരാം. ഞങ്ങളുമായിട്ടൊരു കരാറിൽ ഏർപ്പെടാൻ പറ്റുമോ? എന്താണ് കരാർ? നിങ്ങൾക്കൊരു പക്ഷേ നാളെ ഈ രാജ്യം നിങ്ങളെ കീഴിലാവാൻ സാധ്യതയുണ്ട്. കബീലകളും ഗോത്രക്കാരും എല്ലാം നിങ്ങളെ കീഴിലാവാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ശേഷമേ അധികാരം ഞങ്ങൾക്ക് തരുമെന്നൊരു ഉറപ്പ് തരാൻ പറ്റുമോ എന്ന്. എങ്ങനെയുണ്ട് അധികാരം, നേതൃത്വം? ആദർശത്തെ അധികാരവും നേതൃത്വവുമായി ബന്ധിപ്പിക്കുന്നവർ ഖുറൈശി കൂട്ടത്തിന്റെ വാക്ക് മനസ്സിലാക്കണം. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ എന്താണെന്നറിയുമോ? അഡ്ജസ്റ്റിന് തയ്യാറായില്ല റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെ ഒരു അഭയം എനിക്ക് ആവശ്യമില്ല. ഈ ഭൂമിയും അതിലെ സകലതും അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അതിന് ഉറപ്പൊന്നും എനിക്ക് തരാൻ പറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ ഗോത്ര തലവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. അഷ്റഫുൽ ഖൽഖ് ഒരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറായില്ല, ഇറങ്ങി നടന്നു അവിടുന്ന്. ഇതാണ് ദീൻ, ഇതാണ് ദഅവത്ത്, ഇതാണ് ഇസ്ലാമിന്റെ ദഅവത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ദഅവത്ത്. ഒരു അഡ്ജസ്റ്റ്മെന്റിനും ദുനിയാവിൽ തയ്യാറല്ല ദായി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ ശഅസ അതേപോലെ തന്നെ ഷൈബാൻ ഇബ്നു സഅലബന്റെ ഗോത്രത്തിലേക്ക് പോയി. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് അത് തുടരാം. റസൂലുള്ളാഹി നമുക്ക് ദഅവത്തിന്റെ ഉസൂൽ പഠിപ്പിക്കുകയാണ്, പ്രവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. അതിന്റെ തുടക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളുടെയും എല്ലാ പ്രശ്നങ്ങളും രൂക്ഷമായ സമയത്തും ദീനി ദഅവത്തിന് ഒരു അഡ്ജസ്റ്റ്മെന്റിനും അഷ്റഫുൽ ഖൽഖിനെ തയ്യാറാക്കിയില്ല അല്ലാഹു തആല. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഖിയാമത്ത് നാൾ വരെ പഠിക്കണം, മനസ്സിലാക്കണം. നാം ഓരോരുത്തരും നമ്മുടെ ഷഹാദത്ത് ശ്രദ്ധിച്ചോളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിൽ വല്ല പോറലുമേറ്റിട്ടുണ്ടോ എന്ന് പരിശോധിച്ചോളണം. ഇന്ന് തന്നെ
മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്ത് അനുസരിച്ചാണോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്ന് പരിശോധിച്ചോളണം. ഇല്ലെങ്കിൽ ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഡിസ്മിസ് ആവാം. അതോടുകൂടി ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാം. ഖസ്റത്ത് ദുനിയ വൽ ആഖിറ. അല്ലാഹു എന്നെയും നിങ്ങളെയും കാക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തദ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. وقال النبي صلى الله عليه وسلم من صلى علي واحدة صلى الله بها عليه عشرا. اللهم صل وسلم وعلى محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة والقرابة كلهم أجمعين رضي الله تعالى عنهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحمنا وارحم والدينا رب ارحمهما كما ربياني صغيرا. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم عافنا وعاف مبتلانا ومبتلى المسلمين. اللهم عافية لا سقم معها. اللهم اشفنا واشف أمراضنا وأمراض مرضانا ومرضى المسلمين شفاء لا يغادر سقما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله.